പ്രസിദ്ധീകരണം നൽകിയില്ലെങ്കിൽ സംഘം നൽകിയ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കുമെന്ന് കാട്ടി ധനപാലൻ വിഭാഗത്തിന് രജിസ്ട്രാർ നോട്ടീസ് നൽകി. സൂര്യന്യൂസ് എക്സ്ക്ലൂസീവ്. വൈദ്യുതി ബോർഡിൽ കോൺഗ്രസ് അനുകൂല സംഘടനയായ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ KP ധനപാലൻ MP, തമ്മാനൂർ രവി, പത്മജ വേണുഗോപാൽ എന്നിങ്ങനെ 3 പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ 3 വിഭാഗങ്ങളായാണ് പ്രവർത്തിച്ചു വരുന്നത്. അടുത്തു വരുന്ന INTUC സംഘടനാ തെരഞ്ഞെടുപ്പിൽ കോൺഫെഡറേഷനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുവാനായി യൂണിയൻ നേതൃത്വത്തിന് KP ധനപാലൻ MP വിഭാഗം സമർപ്പിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് സംഘടനാ സർട്ടിഫിക്കറ്റാണ്. ഇവരുടെ കയ്യിൽ യഥാർത്ഥ സംഘടനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ ധനപാലൻ വിഭാഗം ജനറൽ സെക്രട്ടറി MS റാവുത്തർ രജിസ്റ്റർ ഓഫ് ട്രേഡ് യൂണിയൻസിന് യഥാർത്ഥ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയതായും പകരം ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകി. ഇത് പ്രകാരം തിരുവനന്തപുരം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 3 ധനപാലൻ വിഭാഗത്തിന് ഡ്യൂപ്ലിക്കേറ്റ് സംഘടനാ സർട്ടിഫിക്കറ്റ് നൽകാൻ രജിസ്ട്രാർക്ക് അനുമതി നൽകി. ധനപാലൻ വിഭാഗത്തിന് അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി. തമ്പാനൂർ രവി വിഭാഗവും ധനപാലൻ വിഭാഗവും തമ്മിൽ കോൺഫെഡറേഷന്റെ ഉടമസ്ഥത സംബന്ധിച്ച് നിലനിൽക്കുന്ന കേസിൽ യഥാർത്ഥ സർട്ടിഫിക്കറ്റ് അടക്കം രേഖകൾ തമ്പാനൂർ രവി വിഭാഗത്തിന് സൂക്ഷിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു. രവി വിഭാഗം കോൺഫറൻസ് ജനറൽ സെക്രട്ടറി സജീവ് ജനാർദ്ദനൻ യഥാർത്ഥ സർട്ടിഫിക്കറ്റ് തങ്ങളുടെ കൈവശമാണുള്ളതെന്നും വ്യാജ അപേക്ഷ നൽകി ധനപാലൻ വിഭാഗം നേടിയ സർട്ടിഫിക്കറ്റ് റദ്ദു ചെയ്യുമെന്ന് ആവശ്യപ്പെട്ട് സർട്ടിഫിക്കറ്റിന്റെ നോട്ടറി പകർപ്പ് പ്രകാരം അപേക്ഷ നൽകി. ഈ വാദം ശരിയാണെന്ന് ബോധ്യമായ രജിസ്റ്റർ ഓഫ് ട്രേഡ് യൂണിയനാണ് ധനപാലൻ വിഭാഗത്തിന് നോട്ടീസ് അയച്ചത്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിലനിൽക്കെ ബന്ധപ്പെട്ട അധികാരിയെ തെറ്റിദ്ധരിപ്പിച്ച് ധനപാലൻ വിഭാഗം ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയത് നോട്ടീസിലുണ്ട്. ആയതിനാൽ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ 7 ദിവസത്തിനകം രേഖാമൂലം അറിയിക്കാനും രജിസ്ട്രാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ ഇനിയൊരു അറിയിപ്പില്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് സംഘടനാ സർട്ടിഫിക്കറ്റ് റദ്ദു ചെയ്യുമെന്നും രജിസ്ട്രാർ അറിയിച്ചിട്ടുണ്ട്. വ്യാജ അപേക്ഷ നൽകി നേടിയ സർട്ടിഫിക്കറ്റ് റദ്ദാക്കുന്നതോടെ ധനപാലൻ വിഭാഗത്തിന് INTUC സംഘടനാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വിലക്കുണ്ടാകും. DS രാജേഷ്, സൂര്യന്യൂസ്, തിരുവനന്തപുരം. പെട്രോൾ വിലവർധനവുണ്ടാകുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ജയ്പാൽ റെഡ്ഡി സൂചന നൽകി. പെട്രോളിയം വിലവർധനവ് മന്ത്രിസഭാ സമിതി ചർച്ച ചെയ്യണമെന്ന് പെട്രോളിയം മന്ത്രാലയം ആവശ്യപ്പെട്ടു. പെട്രോൾ, ഡീസൽ, പാചകവാതകം, മണ്ണെണ്ണ എന്നിവയുടെ വില വർദ്ധിപ്പിക്കും